റമളാനിനെ കുറിച്ച് ധാരാളം ശ്രേഷ്ഠതകൾ ഹദീസിലൂടെയും ഖുർആനിലൂടെയും അല്ലാഹു നമ്മളെ അറിയിക്കുകയുണ്ടായി. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഖുദ്സിയായ ഹദീസ് അല്ലാഹു പറയുന്നതായിട്ട് അസ്സൗമു ലീ വഅനാ ജിസീ ബിഹി, നോമ്പ് എന്റേതാണ്, ഞാനാണ് അതിന് കൂലി നൽകുന്നത്. അല്ലാഹു പറയുന്നു നോമ്പ് എന്റേതാണ്, ഞാനാണ് അതിന് കൂലി നൽകുന്നത്. സ്വാഭാവികമായിട്ട് നമ്മളെപ്പോൾ ചിന്തിച്ചു പോകും, അപ്പൊ ബാക്കിയുള്ള അമലുകൾ ആർക്ക് വേണ്ടിയുള്ളതാണ്? നോമ്പ് എന്റേതാണ്, ഞാനാണ് അതിന് കൂലി നൽകുന്നത് എന്ന് അല്ലാഹു പറയുമ്പോൾ ഈ നമസ്കാരമോ, ഈ സക്കാത്തോ, ഈ ഹജ്ജോ, ഈ സദഖയോ, ഈ ഖുർആൻ പാരായണങ്ങളോ, ഈ നസീഹത്തോ, ഈ ഒരുമിച്ച് കൂടലോ, ഇതെല്ലാം ആർക്ക് വേണ്ടിയാണ്? നമസ്കരിക്കാൻ കൈകെട്ടി നിൽക്കുന്ന മനുഷ്യൻ കൈകെട്ടുന്നതിന് മുമ്പ് ഉസല്ലി ലില്ലാഹി തആല, അവൻ അല്ലാഹുവിന്റെ മുന്നിൽ പ്രതിജ്ഞയെടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അവൻ ചെയ്യുന്ന നിയ്യത്ത് എന്താണ്? ഉസല്ലി ലില്ലാഹി തആല, അല്ലാഹുവിന് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു. പിന്നെന്തിനാണ് അല്ലാഹു ഇവിടെ പറഞ്ഞത് അസ്സൗമു ലീ വഅനാ അജ്സീ ബിഹി, നോമ്പ് എന്റേതാണ്, ഞാനാണ് അതിന് കൂലി നൽകപ്പെടുന്നത്, അതിന് കൂലി കൊടുക്കുന്നത് ഞാനാണ്. നോമ്പ് എന്റെയാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഭൂമി മുഴുവനും അല്ലാഹുവിൻ്റെതാണ്, മസാജിദുകൾ മുഴുവനും അല്ലാഹുവിൻ്റെതാണ്, പള്ളികളെല്ലാം അല്ലാഹുവിൻ്റെതാണ്. ബൈത്ത് എന്ന് പറയുമ്പോൾ വീട് എന്നായി പോകും, പക്ഷേ ബൈത്തുള്ള എന്ന് പറയുമ്പോൾ അല്ലാഹുവിന്റെ വീടെന്നാകും. നമ്മുടെ ഈ പ്ലാമൂട്ടിലെ പള്ളിയുടെ പേരും മസ്ജിദ് എന്നാണ്. ഇവിടെ മസ്ജിദുള്ള എന്ന് ചേർക്കാറില്ല. കൊട്ടാരക്കര പള്ളിയിലും മസ്ജിദ് എന്ന് പറയുമെങ്കിൽ അവിടെ ഈ മസ്ജിദുള്ള എന്ന് ചേർക്കാറില്ല. അല്ലാഹുവിന്റെ മസ്ജിദ് എന്നോ അല്ലാഹുവിന്റെ പള്ളി എന്നോ അല്ല നമ്മൾ പറയുന്നത്, മസ്ജിദ് പള്ളി. പക്ഷേ പരിശുദ്ധമായ കഅബ ശരീഫിനെ അല്ലാഹു വിശേഷിപ്പിക്കുന്നത് എങ്ങനെ? കഅബത്തുല്ലാ, ബൈത്തുല്ലാ, അല്ലാഹുവിന്റെ വീട്, അല്ലാഹുവിന്റെ ഭവനം, അല്ലാഹുവിന്റെ വീട്, അല്ലാഹുവിന്റെ ഭവനം എന്ന് ബൈത്തുല്ലാ, കഅബത്തുല്ലാ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പോലും ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങൾ പോലും ആ ബൈത്തുല്ലായെ ബൈത്തുല്ലാ എന്ന് വിളിച്ച് വിശേഷിപ്പിക്കുന്നുവെങ്കിൽ തശ്രീഫിയായ ഇലാഫത്താണിത്. ശ്രേഷ്ഠത അല്ലാഹു കൊടുത്തിരിക്കുന്നു ഇവിടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കഅബയെ അല്ലാഫഹു ഇലാ നഫ്സിഹി, അല്ലാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞു ബൈത്തുല്ലാ എന്ന്. അപ്പൊ ബാക്കിയുള്ള വീടൊന്നും അല്ലാഹുവിന്റേതല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഇത് പള്ളി അല്ലാഹുവിന്റേതല്ലേ? ഈ ലോകത്തുള്ള സകലമാന മസാജിദുകളും ഇതൊന്നും അല്ലാഹുവിന്റേതല്ലേ? പള്ളികളൊന്നും അല്ലാഹുവിന്റേതല്ലേ? അല്ലാഹുവിന്റേത് തന്നെ. പക്ഷെ കഅബത്തുല്ലാഹിക്ക് ഒരു പ്രത്യേകമായ പോരിശയുണ്ട്. പ്ലാമൂട്ടിലെ പള്ളിയിൽ ഒരു വഖത്ത് ഇമാമും ജമാഅത്തുമായി നാം നമസ്കരിച്ചാൽ 27 ദറജ മാത്രമാണ് കൂലിയെങ്കിൽ പരിശുദ്ധമായ കഅബയുടെ പൂമുഖത്ത് നീ ഇമാമും ജമാഅത്തുമായി നമസ്കരിച്ചാൽ 27 ലക്ഷം പ്രതിഫലമാണ്. കൂലി ഉണ്ടോ ഇല്ലയോ? ഇവിടെ നമ്മൾ നമസ്കരിക്കുമ്പോൾ 27 ദറജ, വെറും കേവലം 27 ദറജ. പരിശുദ്ധമായ കഅബ ശരീഫിൽ പോയി നമസ്കരിച്ചാൽ 27 ലക്ഷം ദറജ. നമ്മുടെ ഈ നാട്ടിലെ പള്ളിയിൽ ഒരാൾ പോയിരുന്നു കൊണ്ട് ഒരു റക്അത്ത് നമസ്കരിച്ചാൽ 1 ദറജയാണ് അവന് കൂലി നൽകപ്പെടുന്നതെങ്കിൽ പരിശുദ്ധമായ കഅബ ശരീഫിൽ പോയി 1 റക്അത്ത് നമസ്കരിച്ചാൽ 1 ലക്ഷം കൂലിയാണ് അവന് നൽകപ്പെടുന്നത്. പരിശുദ്ധമായ ഇവിടുത്തെ പള്ളികളിൽ ഒരു പ്രാവശ്യം ഒരാൾ പോയി ഖുർആൻ പാരായണം ചെയ്ത് പൂർത്തിയാക്കിയാൽ ഒരു ഖുർആൻ പൂർത്തീകരിച്ച ഖത്മ പൂർത്തീകരിച്ചതിന്റെ കൂലി മാത്രമാണെങ്കിൽ പരിശുദ്ധമായ കഅബ ശരീഫിൽ പോയി ഒരാൾ ഒരു പ്രാവശ്യം ഖുർആൻ ഖത്മ ചെയ്താൽ 1 ലക്ഷം ഖുർആൻ പൂർത്തീകരിച്ചതിന്റെ സവാബാണ്. ഈ നാട്ടിലെ പള്ളിയിൽ ഒരാൾ നമസ്കാരം കഴിഞ്ഞൊരു സാധുവിനെ കണ്ട് 1 രൂപ കൊടുത്ത് സഹായിച്ചാൽ 1 രൂപയുടെ ദറജയാണ്, കൂലിയാണ് അവന് നൽകപ്പെടുന്നതെങ്കിൽ പരിശുദ്ധമായ കഅബയുടെ പൂമുഖത്തിരിക്കുന്നവർക്ക് 1 റിയാൽ നൽകി നീ സഹായിച്ചാൽ 1 ലക്ഷം റിയാലിന്റെ കൂലിയാണ് അല്ലാഹു അവിടെ നിനക്ക് വേണ്ടി എഴുതുന്നത്.
ഒരു സുബ്ഹാനല്ലാഹ് നിന്റെ നാട്ടിലെ പള്ളിയിൽ നീ ചൊല്ലിയാൽ, നിന്റെ നാട്ടിൽ വെച്ച് നീ ചൊല്ലിയാൽ, ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയതിന്റെ കൂലിയാണ് എഴുതപ്പെടുന്നതെങ്കിൽ പരിശുദ്ധമായ കഅബയുടെ പൂമുഖത്ത് പോയിട്ട് നീ ഒരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയാൽ 1,00,000 സുബ്ഹാനല്ലാഹ് ചൊല്ലിയതിന്റെ സവാബ് അല്ലാഹു എഴുതും. അപ്പൊ അല്ലാഹ്ക്ക് കൂടുതൽ ഇഷ്ടം ആ കഅബയോടാണ്, ബൈത്തുള്ള. അതുകൊണ്ട് അല്ലാഹു തആല ആ കഅബയെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട്, ആ കഅബയെ കൂടുതൽ പോരിശ നൽകിക്കൊണ്ട്, കൂടുതൽ തശ്രീഫ് നൽകിക്കൊണ്ട് അല്ലാഹുവിലേക്ക് തശ്രീഫ് ഇലാഫത്തു തശ്രീഫി, തശ്രീഫിന്റെ ഇലാഫ അല്ലാഹുവിലേക്ക് ചേർത്തുകൊണ്ട് പറഞ്ഞു. അതാണ് അല്ലാഹു പറഞ്ഞത് അസ്സൗമു ലീ വ അനാ ജിസീ ബിഹി. നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് കൂലി നൽകുന്നത്. അതല്ലാതെ ബാക്കിയുള്ള അമലും അള്ളാന്റേതല്ല എന്നല്ല അതിന്റെ അർത്ഥം. അങ്ങനെ ആരും ധരിച്ചു പോകരുത്. എല്ലാ അമലും അള്ളാഹുവിനുള്ളതാണ്. പരിശുദ്ധ റമളാനിനെ കുറിച്ച്, നോമ്പിനെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ ഇറക്കിയ ഒരായത്ത്. ആ ആയത്താണ് നമുക്കിന്ന് ഇവിടെ ചർച്ചാ വിഷയം. യാ അയ്യുഹല്ലദീന كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. അല്ലാഹു സുബ്ഹാനഹു വ തആല റമളാനിനെ കുറിച്ച് പറഞ്ഞ ഒരായത്ത്. യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ, കുത്തിബ അലൈക്കുമുസ്സിയാം, നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ്. കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ള സമുദായത്തിന്റെ മേൽ നോമ്പ് വ്രതം നിർബന്ധമാക്കപ്പെട്ടതുപോലെ ഏ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നിങ്ങളുടെ മേലും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ്. എന്തിന്? അവിടെയാണ് ചോദ്യത്തിന് മറുപടി നൽകേണ്ടത്. എന്തിനാണ് അല്ലാഹു നോമ്പ് നിർബന്ധമാക്കിയത്? ഈത്തപ്പഴം തിന്നാനോ, കഞ്ഞി കുടിക്കാനോ, പയറ് തിന്നാനോ, പള്ളിയിൽ വന്ന് അടിയും വഴക്കം ഉണ്ടാക്കാനോ, ബഹളം ഉണ്ടാക്കാനോ? എന്തിനാണ് നോമ്പ്? റമളാനിന്റെ നോമ്പ് എന്തിന്? മറുപടി നിങ്ങൾ പറയും. അല്ലാഹു ചോദിക്കുന്നു ഇവിടെ, സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നിങ്ങളുടെ മുമ്പുള്ള സമുദായത്തിന്റെ മേൽ നാം നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങളുടെ മേലും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ്. എന്തിന്? അതിന് അല്ലാഹു തന്നെ മറുപടി നൽകുന്നു. ഇവിടെ നോമ്പ് പിടിച്ചാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാമെന്ന് അല്ലാഹുവിടെ വാഗ്ദാനം ചെയ്തിട്ടില്ല ഈ ആയത്തിലൂടെ. എങ്കിലും നിങ്ങൾ പറയണം, ആലിമ്യങ്ങൾ ഇരിപ്പുണ്ട് ഇവിടെ. ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങൾ നോമ്പ് പിടിച്ചാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാം, നിങ്ങൾ നോമ്പ് പിടിച്ചാൽ നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ മോചനം നൽകാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഞാൻ കൂലി കൂട്ടിത്തരാം, നിങ്ങൾക്ക് ഞാൻ പദവി കൂട്ടിത്തരാം, നിങ്ങൾക്ക് ഞാൻ ഒരുപാട് നോമ്പ് വെച്ചതിന്റെ സവാബ് തരാം, ഇതൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞില്ല. യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, കുത്തിബ അലൈക്കുമുസ്സിയാം, നോമ്പ് നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലിക്കും, നിങ്ങൾക്ക് മുമ്പുള്ള സമുദായത്തിന്റെ മേൽ നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ മേലും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. എന്തിന്? ആ ചോദ്യത്തിന് മറുപടിയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളെ, സഹോദരിമാരെ, റമളാനിനെ പ്രതീക്ഷിച്ചിരിക്കുന്നവരെ, റമളാനിന്റെ നോമ്പിനെ ആഗ്രഹിച്ചിരിക്കുന്നവരെ, ആ റമളാനിന്റെ നോമ്പ് വരവേൽക്കുന്നതിന് വേണ്ടി വീടും പരിസരവും ഒക്കെ വൃത്തിയായി ശ്രദ്ധിച്ച് ആ ഭാഗങ്ങളൊക്കെ ശുദ്ധികലശം നടത്തിക്കൊണ്ടിരിക്കുന്നവരെ, എന്തിനാണ് നോമ്പ്, എന്തിനാണ് നോമ്പ് എന്നതിനെ കുറിച്ച് അല്പം ഒന്ന് ചിന്തിക്കും. അതാണ് നമ്മുടെ വിഷയം. അല്ലാഹു തന്നെ പറയുന്നു മറുപടി, ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകുന്നതിനു വേണ്ടി. എന്തിനാണ് നോമ്പ്? നിങ്ങൾ തഖ്വ ഉള്ളവരാകുന്നതിന് വേണ്ടി, ഭയഭക്തിയുള്ളവരാകുന്നതിന് വേണ്ടി, അല്ലാഹുവിനെ പേടിക്കുന്നവരാകുന്നതിന് വേണ്ടി, പടച്ചവനെ ഭയക്കുന്നവരാകുന്നതിന് വേണ്ടി, മതബോധമുള്ളവരാകുന്നതിന് വേണ്ടി, മതനിഷ്ഠയുള്ളവരാകുന്നതിന് വേണ്ടി, യഥാർത്ഥ മുസ്ലിം ആകുന്നതിന് വേണ്ടി, പരിപൂർണമായ നിലയിൽ അല്ലാഹുവിനെ ഭയപ്പെടുന്നതിന് വേണ്ടി, സകലമായ വസ്തുക്കളുടെ മുന്നിൽ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന പരിപൂർണമായ വിശ്വാസം
വിശ്വാസം നിന്റെ ഹൃദയത്തിലേക്ക് തളച്ചു കയറുന്നതിന് വേണ്ടി നാം നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കി. ലഅല്ലകും തത്തഖൂൻ. അല്ലാഹു തന്നെ മറുപടി പറയുന്നു. ഈ ആയത്തിൽ എവിടെയാണ് നിങ്ങൾ നോമ്പ് പിടി, നിങ്ങൾക്ക് ഞാൻ സ്വർഗം നൽകാം, നോമ്പ് പിടി, നിങ്ങൾക്ക് ഞാൻ നരകമോചനം നൽകാം, എവിടെയാണ് അള്ളാഹു പറഞ്ഞത്? ഇല്ല. അള്ളാഹു പറഞ്ഞ ഒരേ ഒരു ക്വാളിറ്റി, ഒരേ ഒരു ഡിഗ്രി എന്താണ്? നിങ്ങൾ തഖ്വ ഉള്ളവരാകാം, നിങ്ങൾ തഖ്വ ഉള്ളവരായി മാറും. അള്ളാന്റെ അടുക്കൽ നിങ്ങൾ മുത്തഖീങ്ങളായി മാറിയാൽ പടച്ചവൻ നിങ്ങളെ ഇഷ്ടപ്പെടും. അതുകൊണ്ട് തഖ്വ ഉണ്ടാക്കിയെടുക്കാൻ ഒരേ ഒരു പരിഹാരം, അത് റമളാനിന്റെ നോമ്പാണ്. വേറെ ഒന്നുമില്ല പരിഹാരം.